ഫ്രണ്ട്സ് സ്ഥലത്താണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് 3 വണ്ടികളാണ്. ബുള്ളറ്റ് എടുക്കുക എന്ന ആഗ്രഹത്തോടു കൂടി വീഡിയോ കാണുന്ന ആളുകൾ, ഇപ്പോൾ ഭാവിയിൽ ബുള്ളറ്റ് എടുക്കണം അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ഏത് ബുള്ളറ്റ് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, മെസ്സേജ് ചെയ്തിട്ടും വാട്സപ്പിലൊക്കെ. അപ്പോൾ 3 വണ്ടികളാണ് കാണിക്കുന്നത്. ഒന്ന് നമ്മൾ ലാസ്റ്റ് CI എൻജിൻ, കാസ്റ്റ് അയൺ എൻജിൻ 2009-10 വരെ ഇറങ്ങിയിട്ടുള്ള ഒരു കാസ്റ്റ് അയൺ എൻജിനാണ്. ഇതാണ് എൻജിൻ വരുന്നത്, ഈ ഒരു എൻജിൻ. ഇതിപ്പോൾ മുമ്പുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന വർക്ക് എടുത്ത് ടൈമിങ് തെറ്റിച്ചിട്ട് സൈലൻസറിൻ്റെ ഒക്കെ ബെൻഡ് ഒക്കെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എൻജിൻ വർക്ക് റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ വണ്ടി ഓടിക്കുന്നുള്ളൂ. ക്രാങ്കിൻ്റെ ഫ്ലോട്ടിംഗ് പുഷ് അടിച്ചിട്ട് ഓടിക്കുന്നുള്ളൂ. എന്നാലും കറക്റ്റ് ക്ലിയറൻസിലാണ് ഒക്കെ എല്ലാ കാര്യവും ചെയ്തേക്കുന്നത്. ഓടിക്കുന്നവരെ കുഴപ്പമൊന്നുമില്ല, ടോർക്കെല്ലാം തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുമാതിരി CI എൻജിൻ. പിന്നെ അതേമാതിരി കാണിക്കാൻ പോകുന്ന വണ്ടി സ്റ്റാൻഡേർഡാണ്, UC സ്റ്റാൻഡേർഡ് ആണ് വണ്ടി. BS4 വരുന്ന UC സ്റ്റാൻഡേർഡ്. BS3 ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് BS4 കാണിക്കുന്നത്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു വണ്ടികളിൽ 3 വണ്ടികളിൽ അത് പിന്നെ പറഞ്ഞ J സീരീസിൻ്റെ ക്ലാസിക് വണ്ടി, J സീരീസ് ഏത് വണ്ടികൾക്കാണെങ്കിലും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. J സീരീസ് എന്ന് പറഞ്ഞാൽ സെയിം എഞ്ചിനാണ് എല്ലാ വണ്ടിയിലും വരുന്നത്. ഫിസിക്കലി കംഫർട്ട് ഏതാണോ നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, ചെളിയാണ് മഴ. കേബിള് അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ടുള്ള ഒരു CI എഞ്ചിനിൽ വരുന്ന ലാസ്റ്റ് മോഡൽ ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിലൊരു വണ്ടിയാണ്. 2005-2010 ഇടയിലുള്ള ഒരു വണ്ടി. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് റൈഡിന് ഉപയോഗിക്കാൻ പറ്റും, ഷോർട്ട് റൈഡിന് ഉപയോഗിക്കാൻ പറ്റും. CI എഞ്ചിനാണ്. ആ ഒരു ലോ എൻഡ് ടോർക്ക് എത്രത്തോളം കിട്ടുമെന്ന് വെച്ചാൽ ലോ എൻഡ് ടോർക്ക് നല്ല ഇത് കിട്ടുന്ന വണ്ടിയാണ്. ഹെവി ക്രാങ്ക് വണ്ടി തന്നെയാണ്. അപ്പോൾ പഴയ മോഡൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആദ്യം തന്നെ നിങ്ങളൊരു പർപ്പസും കൂടെ നോക്കണം കേട്ടോ. എപ്പോഴും ലോങ് റൈഡും ഒക്കെ ഓടിക്കാനുള്ള ആളുകളാണ് എങ്കിൽ എപ്പോഴും സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി CI എഞ്ചിനാണ് എന്ന് മോശമൊന്നും പറയില്ല, CI എഞ്ചിനാണെന്ന് ഞാൻ പറയില്ല. കാരണം സ്റ്റോക്ക് നല്ല ക്ലിയറൻസിലൊക്കെ വർക്ക് എടുത്ത് നല്ല സ്മൂത്തായിട്ട് ഓടുന്ന വണ്ടിയാണ്. എത്ര ലോങ് ഓടുകയും ചെയ്യും ഈ വണ്ടി, അതൊന്നുമല്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ വലിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലോക്കൽ ഏരിയയിൽ ഈ ഒരു വണ്ടി കറക്റ്റായിട്ട് വർക്ക് എടുത്ത് സർവീസ് കയറുമ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരാളുണ്ട് എങ്കിൽ മാത്രം ഈ ഒരു വണ്ടി ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ഈ വണ്ടി നിങ്ങളെ വലയ്ക്കെന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി അങ്ങ് ഓടും. എപ്പോഴും റോയൽ എൻഫീൽഡ് എടുക്കുന്ന ആളുകൾക്ക് എപ്പോഴും മനസ്സിലൊരാഗ്രഹമാണ് ആ വണ്ടി ലോ എൻഡ് ടോർക്ക് നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് വണ്ടി ഇങ്ങനെ പോകുന്ന പ്രതീതി കിട്ടണം എന്നുള്ളതാണ്. ആ വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിലും കൂടി ആ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നല്ലൊരു മെക്കാനിക്കൽ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം. കാരണം ഈ ഒരു വണ്ടി കറക്റ്റായിട്ട് ഒരു 5000-3000 കിലോമീറ്ററിൽ കറക്റ്റ് സർവീസ് ചെയ്ത് ടൈമിങ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു വണ്ടിയാണ്. മെയിൻ്റെനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ മെയിൻ്റെനൻസ് ഇല്ല. പിന്നെ മറ്റുള്ള വണ്ടികളെ ഹൈ സ്പീഡ് വണ്ടി അല്ലാത്തത് കൊണ്ട് ആളുകൾ എപ്പോഴും 60-70 സ്പീഡിൽ മാത്രം കൊണ്ടെടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് ഒന്നും വല്ലാതെ വരാറില്ല. ചെയിൻ പോക്കറ്റ് വല്ലാതെ കംപ്ലൈൻ്റ് ആണ് വണ്ടിയൊന്നുമല്ല മറ്റേ വണ്ടികളെ മാതിരി.
അതുമാതിരി തന്നെ ലോൻ്റെ ടോർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇപ്പോൾ ഇത് 2008-09 വണ്ടിയാണിത്. ഇതിൻ്റെ ലോൻ്റെ ടോർക്ക് നോക്കാം. ടോപ്പ് ഗിയറിലാണ് ഞാൻ പോകുന്നത്. നോക്കാട്ടോ. നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്യണേ. ഒരു 35 സ്പീഡിലൊക്കെ ഇത് പോകുന്നുള്ളൂ. കുറച്ചൊരു ഓടി കഴിഞ്ഞപ്പോൾ ക്രാങ്ക് സെറ്റ് ചെയ്തുകൊണ്ടാണ് 30-35 സ്പീഡ് മാക്സ്. ഇത് 35-40 അതാണ് ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ച്. 40-45 ആണ് കമ്പനി അവകാശപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടോപ്പ് ഗിയറിൽ വണ്ടി ഓടുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി റോയൽ എൻഫീൽഡ് എപ്പോഴും പഴയ G2 എഞ്ചിനിൽ നിന്നും B1 എഞ്ചിനിൽ നിന്നും മാറി ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ വണ്ടിക്ക് പിക്കപ്പ് കൂട്ടുക എന്നൊരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പിക്കപ്പ് മാത്രം കസ്റ്റമേഴ്സിന് പോരാ, ലോൻ്റെ ടോർക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് പഴയ വണ്ടികൾക്ക് എടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2005 ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ ഹൈ സ്പീഡ് അല്ല, കുറച്ചും കൂടെ ലോങ് കൂടെ ഓടിക്കാൻ പറ്റിയ, ഹൈവേയിലൊക്കെ ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ക്ലച്ചൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോൻ്റെ ടോർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് കറക്റ്റായിട്ട് ആ രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കാവുന്നതുമാണ്. പക്ഷേ ഇതുമാതിരി ഈ ഒരു വണ്ടി തന്നെ വലിയൊരു വില കൊടുത്ത് എടുക്കണം എന്ന് വലിയൊരു വിലയാണ് 2005 ശേഷം വരുന്ന വണ്ടി. അത് അതിൻ്റെ മുന്നേ ഉള്ള വണ്ടികൾ ഓടിച്ചു കഴിഞ്ഞാലും വർക്ക് എടുത്ത് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ട് ഓടിക്കുന്ന വണ്ടികളും ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് ഓടുകയും ചെയ്യും കേട്ടോ. അതാണ് എൻ്റെ വസ്തുത. അപ്പോൾ എപ്പോഴും റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ വണ്ടി ചില ആളുകൾ 2 ലക്ഷം 1.5 ലക്ഷം വർക്ക് എടുക്കുന്ന വണ്ടിക്ക് 1.5 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപയ്ക്കാണ് ഇതിന് ആൾക്കാർ വേറെ ചോദിക്കുക. വർക്കെടുത്ത വണ്ടി 2.2ൻ്റെ മുകളിലൊക്കെ ആണ് ചോദിക്കുന്നത് എന്നാണ് എൻ്റെ അറിവ്. നമുക്കാർക്കും മറ്റുള്ളവരെ വണ്ടി പിടിച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന പൈസ കൊടുത്താൽ വണ്ടി തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റല്ല ഡ്രീം പ്രൈസാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തന്നെ എക്സോസ് നോട്ട് തന്നെയാണ്. ഈ ഒരു ഹെവി ക്രാങ്കിന് ഏറ്റവും കൂടുതൽ വരുന്നത് എക്സോസ് നോട്ട് എന്നുള്ള പിന്നെ സാധിച്ച് ഓടിക്കുക എന്നുള്ളതാണ് ഹെവി ക്രാങ്ക് വണ്ടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഹൈ സ്പീഡ് വണ്ടി, ഈ വണ്ടി എടുത്തിട്ട് റേസിങ് അതേമാതിരി ഓവർടേക്കിങ് നല്ല സ്പീഡിൽ പോവുക, കട്ട് ചെയ്യുക, പിന്നെ ത്രോട്ടിൽ വിട്ട് പിടിച്ചിട്ട് അഗ്രസീവായിട്ടുള്ള ഒരു റൈഡിങ് ഒന്നും പറ്റിയ വണ്ടിയല്ല ഈ ഒരു വണ്ടി. പിന്നെ പഴയ വണ്ടി വേണമെന്നുള്ള ആളുകൾക്ക് പൊട്ടിച്ച് പോകാവുന്നൊരു വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും CI എഞ്ചിനിലും നടക്കും, UC എഞ്ചിനിലും കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ ഈ റൈഡ് ക്വാളിറ്റിയൊക്കെ തന്നെ അതിലും കിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ടൈപ്പറ്റ് നോയ്സും അതേമാതിരി ഹൈഡ്രോളിക്കിൻ്റെ നോയ്സും ചില സമയത്ത് കയറി വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഈ വണ്ടിക്കും ഉണ്ടാവും. ഈ വണ്ടിക്ക് ഉണ്ടാകുന്ന ആ പ്രശ്നം കറക്റ്റായിട്ട് ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളെ പല വർക്ക്ഷോപ്പിൽ കയറി കയ്യിലെ പൈസ അങ്ങ് പോവുള്ളൂ കേട്ടോ. അപ്പോൾ പഴയ വണ്ടികൾ എടുക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ക്ലിയറൻസ് ആയിട്ട് കമ്പനി സാധനം കണ്ട് റീപ്ലേസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുക. ലൈത്ത് വർക്ക് കറക്റ്റായിട്ട് ക്ലിയറൻസ് ഒക്കെ ഇട്ട് ചെയ്യുകയാണെന്നെങ്കിൽ ലോങ് ഓടാനും പറ്റും. ഓടാൻ പറ്റാത്ത വണ്ടിയൊന്നുമല്ല പഴയ വണ്ടികൾ. എന്നാലും ഈ വണ്ടി എപ്പോഴും എനിക്ക് തോന്നുന്നു ഈ വണ്ടിയെക്കുറിച്ച് ശരിക്കും അറിഞ്ഞ് പഠിച്ചതിന് ശേഷം മാത്രം ആ ഒരു വണ്ടി എടുക്കുക. നമ്മൾ സാധാരണ ഒരു ബൈക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വണ്ടികളൊക്കെ ഉപയോഗിച്ച് ഇതിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു മൈനസ് ഫീൽ ചെയ്യും. കാരണം പ്രാക്ടിക്കൽ വൈസ് ചിന്തിക്കും പല കാര്യങ്ങളും കുറച്ച് ബാക്ക്വേർഡായിരിക്കും. കാരണം ഒരു ഫാസ്റ്റായിട്ട് ഒരു സ്ഥലത്ത് പോയി വരിക, അതായത് ഫാസ്റ്റായിട്ട് ചില സമയങ്ങൾ പിന്നെ വണ്ടി സ്റ്റാർട്ടാവാത്ത പ്രശ്നങ്ങൾ വരിക. മയത്ത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ കുറേ മയത്തിട്ട് വണ്ടി സ്റ്റാർട്ടാകാതെ നിൽക്കുക. സ്റ്റാർട്ടാകാതെ നിൽക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ തൊട്ടടുത്ത് വർക്ക്ഷോപ്പും മെക്കാനിക്കും കറക്റ്റ് ഇത് വർക്ക് എടുക്കുന്ന ആളൊന്നുമില്ലെങ്കിൽ പഴയ വർക്കേഴ്സൊക്കെ കുറേയൊക്കെ എക്സ്പേർട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരണപ്പെട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർ പഴയ ആൾക്കാർ വർക്ക് എടുക്കുന്നുമില്ല. ആ ഒരു ഇതിൽ ഈ ഒരു വണ്ടി കൊണ്ട് നടക്കുക എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കാനുള്ള നല്ലൊരു മെക്കാനിക്കിനെ നിങ്ങൾ കണ്ടെത്തുന്നത് തന്നെയാണ്. പിന്നെ വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല. റോയൽ എൻഫീൽഡ് എന്ന ഒരു വണ്ടിയുടെ പഞ്ച് എന്നുള്ളത് ഈ വണ്ടിക്ക് തന്നെ ശരിയായ രീതിയിൽ കിട്ടുന്നുള്ളൂ കേട്ടോ. ആ ബുള്ളറ്റ് ഓടിക്കുന്നത്, ഞാനിപ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ മുകളിലാണ് ഉള്ളത് എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോഴാണ്. ബാക്കി അടുത്ത വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ 86 മോഡൽ വണ്ടിയുടെ ഒരു റിവ്യൂ, റീസ്റ്റോർ ചെയ്ത വണ്ടിയുടെ റിവ്യൂ ഇതിൻ്റെ പുറകിലെ വീഡിയോയിൽ വരുന്നുണ്ടോ. ഓക്കെ, പുറകിലെ മുന്നോ ഞാൻ അപ്ലോഡ് ചെയ്യും. ആ ഒരു വണ്ടി 2009 ഈ ഒരു വണ്ടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ലെങ്തി ആക്കി തീർക്കാൻ വേണ്ടി ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിവരണം നിങ്ങൾക്ക് തരണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ CI എൻജിൻ. അപ്പോൾ ഞാനത് ലോങ്ങോ വല്ലാതെ ഓടിക്കാത്ത എൻജിൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് അങ്ങ് എടുത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്
അപ്പോൾ അടുത്ത വണ്ടിയൊക്കെ നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഞാൻ നോക്കുന്നത് നമ്മൾ ഒരു BS4 സ്റ്റാൻഡേർഡാണ്. നമുക്കിത് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് നിന്ന് സർവീസിന് തന്ന വണ്ടി, എല്ലാ വണ്ടികളും സർവീസിന് തരുന്ന വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടിയാണ് എൻ്റെ പേഴ്സണൽ വണ്ടിയാണ്, തണ്ടർബേർഡാണ്. അതിപ്പോൾ എടുത്തിട്ട് തന്നെ കുറേ ആയി. ക്ലാസിക് ഉണ്ട്, ക്ലാസിക് ഞാൻ കാണിക്കാതെ നിന്നാണ്. ക്ലാസിക് സ്റ്റാൻഡേർഡ് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് തന്നെ വേണമല്ലോ. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലാസിക്കിൻ്റെ കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്റ്റാൻഡേർഡുമായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ക്ലാസിക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. ഒരു കമ്പാരിറ്റീവ്ലി സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് ലോ എൻഡ് ടോർക്ക് കുറഞ്ഞൊരു വണ്ടിയാണ്. പിന്നെ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ ആ ഒരു ട്രഡീഷണൽ ലുക്കും ഫീലും കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റാൻഡേർഡ് തന്നെയാണ് നല്ലത് കേട്ടോ. പിന്നെ മൈനസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് ഇല്ല ഈ സ്റ്റാൻഡേർഡിന് സെൽഫ് സ്റ്റാർട്ട് ഉള്ളത് ലാസ്റ്റ് ബാച്ചിൽ ES എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, BS6. അപ്പോൾ ഇതാണ് പറഞ്ഞ BS4ൻ്റെ സ്റ്റാൻഡേർഡ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ശബ്ദമൊന്നും കേൾക്കുന്നുണ്ടാവില്ല, നല്ല സ്മൂത്തായിട്ട് സ്റ്റോക്ക് സൈലൻസർ ആയതുകൊണ്ട് തന്നെ ശബ്ദമൊന്നുമില്ല. ശബ്ദം വേണം എന്നുണ്ടെങ്കിൽ എക്സോസ്റ്റ് ഫുൾ ഓപ്പൺ അല്ലാത്ത എക്സോസ്റ്റ്, ഫുള്ളായിട്ട് ഫ്രീ ഫ്ലോ സൈലൻസർ വെക്കരുത്. ഒരു ഇൻഡോറി ടൈപ്പ് സൈലൻസർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടോർക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുമോ ഈ വണ്ടിയിൽ. പക്ഷേ ടെൻഷൻ ഫ്രീ. മറ്റേ വണ്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ TC ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഏതൊരാൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് കൊണ്ടുപോയി കുടുങ്ങി കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുവരാനും പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ CNG അത്യാവശ്യം എല്ലാ വർക്കുകളും നമ്മളതിൻ്റെ ധാരണ നമ്മളതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന അത്യാവശ്യം വർക്കുകൾ നമ്മളും പഠിച്ചു കഴിഞ്ഞാൽ CNG ഏത് ലോകത്തും കൊണ്ടുപോകാനും പറ്റും കേട്ടോ. അത് വേറൊരു കഥ. പക്ഷേ എല്ലാ CNGനും അല്ല, എൻജിൻ ടൈറ്റ് ആയിട്ടുള്ളതും വർക്ക് പണിയെടുത്തിട്ട് ലൈറ്റ് വർക്കൊക്കെ ഓവർ ടൈറ്റായിട്ട് ക്ലിയറൻസ് നോക്കാതെ സെറ്റ് ചെയ്ത് വെച്ച വണ്ടിയൊക്കെയാണ് ചിലപ്പോൾ CNGനോട് പെട്ടുപോകും. നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ തിരിച്ചു വരാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ഉണ്ടാവുക. അതുകൊണ്ട് CNGന് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും നല്ലതായിട്ട് സെറ്റായിട്ടുള്ള വണ്ടികൾ ഓടിച്ച് നോക്കുക. ഒരു 10-20-30 വണ്ടി എടുത്തിട്ട് 10-30 കിലോമീറ്ററൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. വണ്ടി നിൽക്കുന്നില്ലെങ്കിൽ മാത്രം ഡീലാക്കുക കേട്ടോ. ഒരിക്കലും 2, 3, 4, 5 കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ആ വണ്ടി എടുക്കരുത്. ഒറ്റ എടുത്തൊരു വണ്ടി ലോങ് ആയിട്ട് പോവുക, ഒരു ചെക്കിംഗ് വാറണ്ടിയിൽ വണ്ടി എടുക്കുക, ഒരു ലോങ് ഓടിച്ചതിന് ശേഷം വണ്ടിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് വണ്ടി വാങ്ങിക്കുക. അപ്പോൾ അല്ലാതെ എല്ലാ വണ്ടികളും അത് ഓടാൻ പറ്റാത്ത വണ്ടിയാണെന്നുള്ളതല്ല, ഓടാൻ പറ്റാത്ത ഈ ഒറ്റ കാരണം കൊണ്ടാണ് റീബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ക്ലിയറൻസ് പ്രശ്നം കൊണ്ട് മാത്രമാണ് ഈ സംഗതികളൊക്കെ വണ്ടിയൊക്കെ നശിച്ചു പോണത്. ആ വണ്ടി സൈലൻ്റ് ആക്കുക എന്നുള്ളതാണ് എല്ലാ പഴയ ബുള്ളറ്റ് എടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം. ഈ സൈലൻ്റ് ആയ വണ്ടിയൊന്നും 30 കിലോമീറ്റർ മുകളിൽ ഓടാനും പറ്റില്ല, അതൊരു വസ്തുതയാണ്. ഓക്കെ, അത് ചിന്തിച്ചാൽ അറിയാമല്ലോ. നമ്മൾ എന്തായാലും എക്സ്പാൻഷൻ കൊടുക്കാത്ത സമയത്ത് വണ്ടി സൈലൻ്റ് ആവും. ആ തെർമൽ എക്സ്പാൻഷൻ കൊടുക്കാത്ത വണ്ടി സൈലൻ്റ് ആയിരിക്കും തുടക്കത്തിൽ. ആ കോൾഡായ കണ്ടീഷനിൽ ഇനി യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. എക്സ്പാൻഷൻ കിട്ടാതാകുമ്പോഴാണ് വണ്ടിയിലുള്ള സൗണ്ടും കാര്യങ്ങളും വണ്ടി സ്റ്റക്കാവലൊക്കെ വരുന്നത്. അപ്പം ഇത് BS3 വണ്ടി. അപ്പം എടുക്കാൻ പോകുന്ന ആളുകൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ ട്രഡീഷണൽ എൻജിൻ ഫോളോ ചെയ്ത് കൊണ്ടുള്ള ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഏറ്റവും ഒരു ബുള്ളറ്റ് പ്രേമികൾക്ക് നല്ല ഒരു വണ്ടി എന്ന് എനിക്ക് പറയാവുന്ന ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പോൾ ക്ലാസിക് ആകുമ്പോൾ ക്ലാസിക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ക്ലാസിക് എടുക്കാവുന്നതേ ഉള്ളൂ. ക്ലാസിക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രാങ്ക് വെയിറ്റ് കുറവാണ്, 8 സംതിങ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു ഇതാകുമ്പോൾ 10 സംതിങ് ക്രാങ്ക് വെയിറ്റ് വരുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ടോർക്ക് ആസ്വദിച്ച് നല്ല രീതിയിൽ പോകും. ഹൈ സ്പീഡ് കുറച്ച് കുറയും. അപ്പോൾ നിങ്ങൾ ഹൈ സ്പീഡാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ക്ലാസിക്കിലേക്ക് പോകാവുന്നതാണ്. ലോ ആൻഡ് ടോർക്ക് ഒന്നുമില്ല, ഡെയിലി ഹൈവേ റൈഡാണ്, ലോങ്ങിലേക്കാണ് പോകുന്നതെങ്കിൽ ക്ലാസിക് ഓക്കെയാണ് കേട്ടോ. ക്ലാസിക് ഓൾറൗണ്ടർ എന്നാണ് പറയാം. പക്ഷേ അത് തന്നെ ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടിയല്ല, ക്രാങ്ക് വെയിറ്റ് കൂടുമ്പം തന്നെ ഹൈ സ്പീഡ് കപ്പാസിറ്റി പെട്ടെന്ന് എടുത്ത് പോകാനുള്ള ആ ഒരു കഴിവ് കുറച്ച് കുറവായിരിക്കും ഈ വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ ആയിരുന്നു CI എൻജിൻ ഹെവി ക്രാങ്ക് വണ്ടി ആ ഒരു B1 കൂടി നിർത്തിയിട്ട് ആ ഒരു പിന്നെ ലോ ക്രാങ്ക് വണ്ടികൾ മാത്രം ഇറക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ 2 ഓപ്ഷനിലായിട്ട് റോയൽ എൻഫീൽഡ് CI എൻജിനിൽ UC എൻജിനിൽ മാത്രമാണ് സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു ട്രഡീഷണലായിട്ട് സ്റ്റാൻഡേർഡ് മാത്രം ഉപയോഗിച്ച ആളുകളെ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക, പുതിയ വണ്ടിയിലേക്ക് കൊണ്ടുവരിക എന്നും കൂടെ ഒരു ഉദ്ദേശം കൂടെ ആയിരിക്കാം ഈ ഒരു സ്റ്റാൻഡേർഡ്. അതേമാതിരി എൻജിൻ മാറ്റി യൂണിറ്റ് കൺസീൽഡ് എൻജിൻ ക്രാങ്കേസിൻ്റെ കൂടെ ഗിയർ ബോക്സ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു വണ്ടി ഇറക്കി. അതേമാതിരി ഹൈഡ്രോളിക് ടാപ്പറ്റ് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടാപ്പറ്റ് ഒഴിവാക്കിയിട്ട് ഹൈഡ്രോളിക് ടാപ്പറ്റും കൊടുത്തു. ബാക്കി എല്ലാ ടെക്നോളജിയും ഇതൊന്നാണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഇതിൻ്റെ ലോ ആൻഡ് ടോർക്കാണ്. മറ്റേ 35 സ്പീഡിലാണ് ആ ഒരു വണ്ടി ടോപ്പ് ഗിയറിൽ ഓടിയിരുന്നത്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ പഴയ വണ്ടികൾ എപ്പോഴും സ്റ്റാൻഡേർഡ് വണ്ടികളാണെങ്കിൽ കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ചാണ് വണ്ടി സെറ്റാവുന്നതിനനുസരിച്ചാണ് വണ്ടി റോഡിൽ കിടന്ന് ഒഴുകുക. അതുകൂടി മനസ്സിലാക്കണേ. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി നോക്കാം കേട്ടോ. ഇപ്പം 30 സ്പീഡിലാണ് വണ്ടി പോകുന്നത്. 35 സ്പീഡിലാണ് ഈ വണ്ടി പോകുന്നത്. ഉണ്ടല്ലേ? ഇപ്പം 40-ലാണ്. ഞാൻ സ്ലോ ഡൗൺ ചെയ്യാണ്, മാക്സിമം സ്ലോ ഡൗൺ ചെയ്യാണ്. വണ്ടി ഇടിക്കാതെ തിരിച്ച് ആ ഒരു ഗിയർ ഡൗൺ ചെയ്യാതെ നമുക്ക് തിരിച്ച് കയറി 30-ൽ നിന്ന് തിരിച്ച് കണ്ടില്ലേ, തിരിച്ച് അതേ സ്പീഡ് എടുത്തിട്ട് കയറാനും പറ്റും. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡിൻ്റെ മൈനസ് എന്ന് പറഞ്ഞാൽ പല മുമ്പ് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീട് നശിപ്പിക്കില്ല. സ്റ്റാൻഡേർഡിൻ്റെ മൈനസ് ആണ് സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ള സെൽഫ് സ്റ്റാർട്ട് BS4 വരെ നമുക്ക് ആഡ് ചെയ്യാവുന്നുള്ളൂ. സെൽഫ് സ്റ്റാർട്ട് എക്സ്ട്രാ 25 പല റേഞ്ചിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 25-27,000 BS4 ആണ്. 22,000 റുപ്പീസിനൊക്കെ BS3 സെറ്റ് ചെയ്യാൻ പറ്റും. 22,000 കാര്യങ്ങൾ. അത് 0.9 kV മോട്ടറല്ല, 0.7 kV മോട്ടർ ESൻ്റെ മോട്ടർ വെച്ചിട്ടാണ്. 7 kV മോട്ടർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്രാങ്ക് വെയിറ്റ് കൂടി ആയതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് 500cc-ലാണ് 0.9 kV ഡെൻസോൻ്റെ മോട്ടർ കൊടുത്തേക്കുന്നത്. ആ ഹെവി ക്രാങ്ക് വണ്ടി പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി അതിനാണുള്ളത് എന്നുള്ളത്. ആ ഒരു ക്രാങ്ക് വെയിറ്റ് കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ 500cc-ൽ 0.9 kV മോട്ടറായിരുന്നു കൊടുത്തുള്ളത്. ആ ഒരു മോട്ടർ കുറച്ച് എക്സ്പെൻസീവാണ്. 14 സംതിങ് വട്ടം വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മാറ്റിയിട്ടില്ല. 14 സംതിങ് ആയിരുന്നു വില. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ശരിക്കും ആ ഒരു മോട്ടറാണ് സ്റ്റാൻഡേർഡിന് വെക്കേണ്ടത്. പക്ഷേ റോയൽ എൻഫീൽഡ് അത് തിരുത്തിക്കൊണ്ട് ഇതേ സെയിം ക്രാങ്കിന് 0.7 kV മോട്ടറാണ് ESന് കൊടുത്തേക്കുന്നത്. ആ ഒരു മോട്ടർ വെച്ച് തന്നെ ഇപ്പോൾ സെൽഫ് സ്റ്റാർട്ട് അടിച്ച് നമുക്ക് കൊണ്ടെടുക്കാനും പറ്റും. അപ്പോൾ കാലത്തൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് കൺവേർട്ട് ചെയ്തിരുന്ന BS മറ്റേ ഡെൻസോൻ്റെ മോട്ടർ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് നിങ്ങൾ കണ്ടു. അപ്പം എടുക്കാം. റോയൽ എൻഫീൽഡ് എന്തുകൊണ്ടാണ് UC എൻജിൻ എന്ന വണ്ടിക്ക് അത്യാവശ്യം ഡിമാൻഡും മാർക്കറ്റ് കൂടിയതെന്ന് പറഞ്ഞാൽ, ഒരു വണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് ആ മറ്റൊരു വണ്ടീൻ്റെ പോരായ്മ ആളുകൾ മനസ്സിലാക്കും. ഇത് ഉള്ള കാലത്ത് അവസാനം ഇറങ്ങുന്നത് വരെ ഇതിന് മൈനസ് എൻജിൻ നോയ്സാണ്, ആനയാണ്, ചേമ്പാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, വൈബ്രേഷനാണ് എന്ന് പറഞ്ഞ് വണ്ടി ഇറക്കി. അപ്പോൾ ആ ഒരു വൈബ്രേഷനാണ് വണ്ടി വണ്ടി ഇറക്കി എന്നുള്ളതല്ല. വണ്ടി എല്ലാവരും വണ്ടി ഇത്ര ഇറങ്ങിനെങ്കിലും കൂടെ ഒരു മൈനസ് എല്ലാവരും പറയാനുണ്ടായിരുന്നു അതായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വണ്ടി ഒരു വൈബ്രേഷൻ കുറച്ചിട്ടൊരു വണ്ടി ഇറക്കിയപ്പോൾ അത് പോരാ ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടത് ആ ബുള്ളറ്റിൻ്റെ ഫീല് എന്നുള്ളത്. ഇതിലേക്ക് എല്ലാവരും UC എഞ്ചിനിലേക്ക് പോകുന്നത് കൊണ്ടാണ് UC എഞ്ചിന് കുറച്ചൊരു ഡിമാൻഡ് കൂടിയിട്ടുള്ളത്, മാർക്കറ്റ് കൂടിയിട്ടുള്ളത്. എന്നാൽ അന്യായ വിലക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ വണ്ടിയാണ് UC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, UC എഞ്ചിൻ എടുക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെറിയൊരു ടാപ്പറ്റ് നോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഹൈഡ്രോളിക് നോയ്സ് ഉണ്ട് എന്ന് കരുതി ഒരിക്കലും വർക്ക്ഷോപ്പ് പോയിട്ട് ഇതൊന്നും മാറ്റണം എന്ന് പറയരുത്. കാരണം അത് മാറ്റാൻ വേണ്ടി നല്ലൊരു സംഖ്യകൾ കയ്യിൽ നിന്ന് പോയും ചെയ്യും, അവസാനം വേറെ സൗണ്ട് വരികയും ചെയ്യും. അതാണ് അനുഭവത്തിലുണ്ടായത്. അതുകൊണ്ട് റോയൽ എൻഫീൽഡ് ഇറക്കിയ സമയത്തെ നമ്മളൊക്കെ ട്രെയിനിങ്ങിൽ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ശബ്ദം നിങ്ങൾ നോക്കണ്ട, അത് ലാസ്റ്റ് ടൈം എന്നുള്ളതാണ്. ആ ലാസ്റ്റ് ടൈം എന്നുള്ളത് പ്രൂവ് ചെയ്തൊരു എഞ്ചിനാണ് ഈ ഒരു UC എഞ്ചിൻ കേട്ടോ. കാരണം പല എഞ്ചിനും ഇതൊരു കുറച്ചുകൂടെ ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ പല വണ്ടികളും ബ്രേക്കിംഗ് ടൈം നോക്കാതെ, ആ ഒരു വണ്ടിക്ക് സെറ്റിംഗ് ടൈം നോക്കാതെ ഓടിച്ചിട്ടുള്ള എടുത്ത ഉടനെ ട്രിപ്പ് പോകാമെന്നുള്ള ആ കാലത്തൊക്കെ ആ സിനിമ കണ്ട് ട്രിപ്പ് പോകാനുള്ളൊരു വണ്ടി ഇറക്കുന്നതിന് ട്രിപ്പ് പോകാനായിരുന്നു അന്നൊക്കെ ഉണ്ടായത്. അന്ന് എടുത്ത ഉടനെ തന്നെ ലോങ് റൈഡാണ് എല്ലാവരും ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ഇതൊന്നും കൊടുക്കാതെ വണ്ടി ലോങ് റൈഡ് ഓടിയ വണ്ടികളാണ് 20,000, 15,000 കിലോമീറ്ററിൽ എഞ്ചിൻ വർക്ക് എടുത്ത ഇതൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാലത്ത്. അതുകൊണ്ട് അങ്ങനെയാണ് ബ്രേക്കിംഗ് ടൈം നോക്കാതെ ആ ഒരു വണ്ടി പുതിയത് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ടൈമിംഗ് 1000 കിലോമീറ്റർ കൊടുക്കാതെ വണ്ടി ഹൈ സ്പീഡിൽ ഓടിക്കുന്നത് കൊണ്ടാണ് വണ്ടികൾ പലതും എഞ്ചിൻ പണി നേരത്തെ ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ വന്ന കാലമ്പായിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി പുതിയത് എടുക്കുന്ന സമയത്ത് ആ ഒരു മാനുവൽ നോക്കില്ല, മാനുവൽ എന്താണെന്ന് വായിച്ച് നമുക്കറിയാൻ വേണ്ടിയിട്ട് ആ വണ്ടി എങ്ങനെ കൊണ്ടു നടക്കണം, എങ്ങനെ കൊണ്ടു നടന്നാലാണ് നമുക്ക് ആ വണ്ടി ലോങ് ടൈം വലിയ ഇഷ്യൂസോ കീശ കാലിയാൽ എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ള റോയൽ എൻഫീൽഡ് കറക്റ്റായിട്ട് ആ ബുക്കിൽ നിങ്ങളെ ആ ഒരു മാനുവൽ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി തന്നെ ആ രീതിയിൽ വണ്ടി ഏതൊരു വണ്ടി റോയൽ എൻഫീൽഡ് എന്നുള്ളതല്ല ഏതൊരു വണ്ടി
കൊണ്ടു നടന്നാൽ ഒരു പ്രശ്നമില്ല. എത്രയും ഈ സമയത്ത് ഇപ്പോൾ എൻ്റെ തണ്ടർബേർഡ് എന്ന് പറഞ്ഞാൽ 2013 വണ്ടിയാണ്, ഇതുവരെ എഞ്ചിൻ അയച്ചിട്ടില്ല. 1.5 ലക്ഷം കിലോമീറ്റർ മുകളിൽ ഓടിയിട്ടുണ്ട്. ഈ അടുത്ത് 2 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി നയിക്കാത്ത വണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് നടക്കുന്നതിനനുസരിച്ച് തന്നെയാണ് വണ്ടി ലൈഫ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എഞ്ചിൻ്റെ നോയ്സ്, അതായത് ചെറിയ ടൈപ്പറ്റ് നോയ്സ് ഉണ്ട്, അതല്ലെങ്കിൽ ക്യാം നോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ ടൈറ്റ് ചെയ്ത് സൈലൻ്റ് ആക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്താണ് വണ്ടിക്ക് പെർഫോമൻസ് എന്തെങ്കിലും മാറ്റങ്ങളോ വണ്ടിക്ക് വലിക്കുറവോ ഈ സൗണ്ടോട് കൂടെ തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ സൗണ്ട് വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഓയിൽ സെക്ഷൻ ഫിൽറ്റർ, ഒരു ചെറിയൊരു സ്ട്രൈനർ വരുന്നുണ്ട്, ഓയിൽ അരിപ്പ എന്ന് പറയുമ്പോൾ അടിയിൽ കിടക്കുന്ന ഫിൽറ്റർ, ആ ഫിൽറ്റർ വെച്ച് ക്ലീൻ ചെയ്യുക. ഓയിൽ ഫിൽറ്റർ ഒറിജിനൽ മാത്രം ഉപയോഗിക്കുക. ആ ഓയിലും മാറ്റിയിട്ട് കറക്റ്റ് ആ ഒരു അളവിൽ ഓയിൽ ഓവർ ഫില്ല് ചെയ്യാതെ കറക്റ്റ് ഓയിൽ ഫില്ല് ചെയ്തിട്ട് വണ്ടി അങ്ങ് ഓടിക്കുള്ള. ചെറിയ ഹൈഡ്രോളിക് നോയ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു രണ്ടാമത് റീലോഡ് ആവുന്നതോട് കൂടി ആ നോയ്സ് അങ്ങ് നോക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഹൈഡ്രോളിക് നോയ്സ് വന്നൊന്ന് ആദ്യം ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ ഓയിൽ മാറ്റുക എന്ന് മാത്രമല്ല, പക്ക ബ്രാൻഡഡ് ഓയിലുകൾ മാത്രം ഉപയോഗിക്കുക. പിന്നെ ഒറിജിനൽ ഓയിൽ ഫിൽറ്റർ ഉപയോഗിക്കുക, സ്ട്രൈനർ അയച്ച് ക്ലീൻ ചെയ്യുക. ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധമൊക്കെ ഹൈഡ്രോളിക് നോയ്സ് അതിൽ പോയി കിട്ടും. പിന്നെയും പവർ ലോസ്, വണ്ടി വലിക്കുന്ന ഈ ശബ്ദത്തോടെ വണ്ടി വലിക്ക് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഹൈഡ്രോളിക് കുറച്ച് ഫ്രീ ആയിട്ടും ലോഡ് ആവുന്നില്ല എങ്കിൽ മാത്രങ്ങൾ ഹൈഡ്രോളിക് മാറ്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഹൈഡ്രോളിക് ഉണ്ടാവില്ല. ഓയിൽ പമ്പ് മാറ്റി ഓയിലിൻ്റെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ചിലപ്പോൾ ലോഡാവും. ആ ലോഡ് ആയിട്ടില്ലെങ്കിൽ ഹൈഡ്രോളിക് ഹെഡ് അയക്കുന്ന വാൽവ് ഗൈഡൊന്നും ഒരു കാരണവശാലും അനാവശ്യമായിട്ട് അയച്ചിട്ട് നിങ്ങൾ വാൽവ് ഗൈഡൊന്നും അടിക്കരുത്. കാരണം നിലവിൻ്റെ വീഡിയോ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. വാൽവ് ഗൈഡൊക്കെ കറക്റ്റ് ക്ലിയറൻസ് നോക്കിയിട്ട് മാത്രം വാൽവ് ഗൈഡ് അടിക്കുക. കഴിയുന്നത് വണ്ടി ഓവർ സൈലൻ്റ് ആക്കാൻ നോക്കുക. സൈലൻ്റ് ആക്കിയാൽ വീട്ടിൽ വെക്കേണ്ട വരും. അപ്പം വണ്ടി എടുത്തിട്ട് എപ്പോഴും ലോങ് ഏത് ഇതിലും ഓടിക്കാൻ പറ്റിയ സമയത്ത് കുറച്ച് ക്ലിയറൻസും കുറച്ചൊരു ശബ്ദത്തോട് കൂടിയുള്ള എഞ്ചിനാണ് ഇത്. ആ ശബ്ദം നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് നിങ്ങൾ പിടിച്ച് നിർത്താൻ നോക്കരുത്. പിടിച്ച് നിർത്തിയ വണ്ടി ഓടൂല. അത് ആണൊരു വാസ്തവം കേട്ടോ. ആരെന്ത് പറഞ്ഞാലും അത് വാസ്തവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വണ്ടി ജെ സീരീസ്, എല്ലാവരും ഇപ്പം വണ്ടി എടുക്കുന്നൊരു വണ്ടി ജെ സീരീസ് വണ്ടിയിലേക്ക് നോക്കാം. ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരു ബുള്ളറ്റ് ഓടിച്ച ഫീൽ ഇപ്പോൾ എനിക്ക് കിട്ടി 2 വണ്ടിയിലും. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ജെ സീരീസ് മെറ്റിയോർ ഉണ്ട്. അപ്പോൾ ഞാൻ ജെ സീരീസ് ഏത് വണ്ടി 100 ഉണ്ട്, മെറ്റിയോർ ഉണ്ട്, ക്ലാസിക് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ലോങ് റൈഡിനാണ് ഗോ ടു മെറ്റിയോർ എന്നേ പറയുള്ളൂ. ഇനി എന്താ പറയുക, ഒരു രണ്ടും കൂടെ ഒന്നിച്ചുള്ള സിറ്റിയും ഹൈവേയും എല്ലാം ഒന്നിച്ചുള്ള ഒരു വണ്ടിയാണ് റൈഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ലാസിക് എടുക്കാവുന്നതാണ്. അല്ല പക്ക സ്റ്റാൻഡേർഡ് റെട്രോ സ്റ്റൈലാണ് വേണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡിൻ്റെ ലുക്കാണ് വേണ്ടെങ്കിൽ ജെ സീരീസ് സ്റ്റാൻഡേർഡ് എടുക്കാവുന്നതാണ്. 100 എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിൻ്റെ വണ്ടിയാണ്. അത് ഒരിക്കലും ഒരു ബുള്ളറ്റ് എന്നുള്ള ഒരു റോയൽ എൻഫീൽഡ് നാമത്തിൽ പറഞ്ഞ ബൈക്ക് എന്ന് തന്നെ എല്ലാ വണ്ടിയും അങ്ങനെ പറയുള്ളൂ. പക്ഷേ അത് യങ്സ്റ്റേഴ്സിനെ പറ്റുള്ളൂ. റോങ് റൈഡിന് പറ്റാത്തൊരു വണ്ടി എന്ന് തന്നെ പറയാം കേട്ടോ. ഓക്കെ, ഞാൻ 350 സെഗ്മെൻറ്റ് മാത്രമാണ് പറയുന്നത്. ഇതാണ് റോയൽ എൻഫീൽഡ്. ആളുകൾ വൈബ്രേഷൻ ആണോ എന്ന് പറഞ്ഞിട്ട് യൂസി എഞ്ചിനെ കുറ്റപ്പെടുത്തി കൊണ്ടു നടന്നപ്പോൾ റോയൽ എൻഫീൽഡ് മാറി ചിന്തിച്ചതായിരിക്കാം ഒരു വൈബ്രേഷൻ കുറഞ്ഞ വണ്ടി ഇറക്കുക എന്നുള്ളത്. അങ്ങനെ വൈബ്രേഷൻ കുറഞ്ഞ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ട് പുതിയ ഫ്ലാറ്റ് മോഡൽ പുതിയ എഞ്ചിനായിട്ട് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ജെ സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും, ഇപ്പോൾ 350 കാറ്റഗറിയിൽ വരുന്ന എല്ലാ വണ്ടികളും സെയിം എഞ്ചിനാണ്. അതുകൊണ്ട് ഏതൊരു വണ്ടി ഓടിച്ചാലും സെയിം ടോർക്കും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എഞ്ചിൻ്റെ പെർഫോമൻസ് സെയിം ആയിരിക്കും. കോസ്മെറ്റിക്കലി ഒരു രൂപമാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ വണ്ടി എടുത്ത് ഓടിക്കുകയാണ്. ഇത് ഓടിക്കുമ്പം പക്ക ആ ഒരു 2 വണ്ടിയെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പം സി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ്. വൈബ്രേഷൻ വളരെ കുറവാണ് സി എഞ്ചിന്. വൈബ്രേഷൻ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല സി എഞ്ചിന്. കറക്റ്റ് ആ ഒരു RPM നോക്കി RPMൽ വണ്ടി ഓടിക്കാൻ വൈബ്രേഷൻ ഇല്ലാത്ത വണ്ടിയാണ് സി എഞ്ചിൻ. അതേമാതിരി യു സി എഞ്ചിൻ ലൈറ്റായിട്ട് ചെറിയ വൈബ്രേഷൻ ഉണ്ട്. ഇത് സീറോ വൈബ്രേഷൻ അല്ല, എന്നാലും വൈബ്രേഷൻ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു വണ്ടി എനിക്ക് കയറി പോകുന്നൊരു ബൈക്ക് ഓടിക്കുന്ന ഫീലാണ്. ഒരു പവർ കൂടി ഒരു 350 cc സാധാ ഒരു ബൈക്ക് ട്രഡീഷണൽ എഞ്ചിനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പഴയ കാലങ്ങളിലൊക്കെ 100 cc ബൈക്കൊക്കെ ഓടിച്ചിട്ട് അതിന് വേറെ പെർഫോമൻസിലൊരു ബൈക്കിലേക്ക് എത്തിയ ഒരു ഫീലാണ് ഇത് കിട്ടുന്നത്.
പക്ഷേ കാലത്തിനൊപ്പം മാറി ചിന്തിച്ചല്ലേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മൾ പഴയ വണ്ടി തന്നെ വേണമെന്ന് വിചാരിച്ചാൽ പുതിയ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് എങ്ങനത്തെ ആൾക്ക് സൂട്ടാവുന്ന റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു വണ്ടിയാണ്. ഇപ്പോൾ പുതിയ വണ്ടി ഇതേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. BS6 BS7 നോംസൊക്കെ എൻജിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു എൻജിനിലേക്ക് വന്നത് എന്നാണ് നമ്മളോട് ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത്. എന്താണോ എന്നുള്ളത് എനിക്കറിയില്ല, എൻ്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് എനിക്കറിയില്ല, അവർ പറയുന്നതല്ല നമുക്ക് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി എടുക്കുന്ന ആളുകൾ ഒന്ന് ഓടിച്ച് നോക്കുക. എനിക്ക് വേറൊന്നും പറയാനൊന്നുമില്ല. ഞാനിപ്പോൾ വൈബ്രേഷൻ ഇല്ലാതെ ഒരു ബുള്ളറ്റ് ഉപയോഗിക്കണം എന്നുള്ളത്. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബുള്ളറ്റല്ല, റോയൽ എൻഫീൽഡാണ്. ബുള്ളറ്റ് എന്നുള്ളത് ഇതിൽ വരുന്ന ആ ഒരു എന്താ പറയുക, ഒരു ബുള്ളറ്റിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, 350 റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ആ ഒരു പവറൊന്നും ഈ സാധനത്തിനില്ല. പവറല്ല, ആ ഒരു എന്താ പറയുക, ഫീലൊന്നും ഈ സാധനത്തിന് കിട്ടില്ല. ഇത് ഒരു വലിയൊരു വണ്ടി, കുറച്ചുകൂടെ ഒരു സാധാ ജപ്പാനീസ് വണ്ടികളുടെ കുറച്ച് വെയിറ്റ് കൂടിയ ഒരു ബുള്ളറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ എഞ്ചിൻ, എന്താ പറയുക, ആ രീതിയിൽ. അല്ലാതെ നമ്മൾ അങ്ങനെ പറയുമെന്നല്ല കേട്ടോ, എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തപ്പി കളിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബുള്ളറ്റ് തന്നെയാണിത്. പക്ഷേ ഓടിക്കുമ്പോൾ നമുക്ക് കാണുന്ന ആളുകൾക്ക് അവൻ കൊണ്ടുപോകണ റോയൽ എൻഫീൽഡാന്ന് പറയും, ഓടിക്കുന്ന ആളുകൾക്ക് ബുള്ളറ്റിൻ്റെ യാതൊരു ഫീലും ഇല്ലാത്തൊരു സാധനം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫിനാൻസൊക്കെ ഇട്ടിട്ട് വണ്ടി ഇറക്കുന്ന ആൾക്ക് ഈ വണ്ടികളൊക്കെ കിട്ടുള്ളൂ. പുതിയ വണ്ടി, പഴയ വണ്ടികൾ, അല്ലെങ്കിൽ BS6 വണ്ടികൾ ഒക്കെ യൂസ് ചെയ്യുന്ന വണ്ടികൾ ഇത് ഒഴിവാക്കണം. ഇത് പറ്റ മോശമാണ് എന്നുള്ള പറയുന്നത്. കാലത്തിനനുസൃതമായിട്ട് റോയൽ എൻഫീൽഡ് മാറ്റം വരുത്തി ആളുകൾക്ക് എന്താണോ ഈ കാലത്ത് വേണ്ടത് എന്നുള്ളത് റോയൽ എൻഫീൽഡ് യങ്സ്റ്റേഴ്സിന് വേണ്ടതാണ് കൊടുക്കുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ കയറിയായിട്ട് പഴയ ബുള്ളറ്റും മറ്റേ ബാക്കിയുള്ള വണ്ടികൾ, പവർഫുൾ വണ്ടികൾ ഉപയോഗിച്ചിട്ട് ഇതിൽ കയറുന്ന സമയത്ത് വൈബ്രേഷൻ ഫീൽ ചെയ്യുമ്പോൾ അതിൻ്റെ മൈനസ് ഇങ്ങനെ അടിക്കാറുണ്ടല്ലോ, അങ്ങനത്തെ ആളുകളുടെ വണ്ടിയാണിത്. ഇതാകുമ്പോൾ ഏത് ദുനിയാവിലും നിങ്ങൾക്ക് പോകാമെന്നുള്ളതാണ്. ഏത് ലോങ് എത്രയും ഓടാം, പക്ഷെ ശ്രദ്ധിക്കണം. ഇതും കമ്പനി പറയുന്നത് 1 മണിക്കൂർ തുടർച്ചയായി ഓടിച്ചതിന് ശേഷം ഒരു ബ്രീഫ് ബ്രേക്ക് കൊടുക്കണം എന്ന് തന്നെയാണ്. അതായത് ചെറിയ ഒരു ടീ ബ്രേക്ക് ഉണ്ടല്ലോ, അതായത് ഒറ്റ സ്ട്രെച്ചിൽ വണ്ടി ഓടിക്കരുത്. അതേമാതിരി ഒരേ സ്പീഡിൽ കുറേ സമയം ഓടിക്കുക, ഒരിക്കലും അതും ചെയ്യരുത്. 10% കൂടുതലും 10% ഒരു 10% അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഡിഫറൻറ്റ് വരുത്തിക്കൊണ്ട് ആക്സിലേറ്റർ റോട്ടിൽ കൊടുത്തിട്ട് വണ്ടി ഓടിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല സ്മൂത്തായിട്ട് നല്ല സുഖമായിട്ട് സ്പീഡ് എടുത്തിട്ട് വണ്ടി പോവുക. പക്ഷേ ബുള്ളറ്റിൻ്റെ ആ ഒരു ശബ്ദവും ആ ഒരു ഗാംഭീര്യവും ഒന്നും ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതെപ്പോഴും ആ ഒരു CI എഞ്ചിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ UC എഞ്ചിനിൽ മാത്രമേ ഉള്ളൂ. UC എഞ്ചിൻ്റെ സ്റ്റാൻഡേർഡ് ശരിക്കും ആ ഒരു ഗാംഭീര്യം നമുക്ക് ശരിക്കും കിട്ടുന്ന തന്നെ ഉണ്ട്. അതിൽ യാതൊരു സംശയമില്ല. UC എഞ്ചിൻ സ്റ്റാൻഡേർഡൊക്കെ ശരിക്കും എക്സോസ്റ്റ് നോട്ടൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ 3 വണ്ടികൾ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ ഇതിനെ ചെറിയ രീതിയിലുള്ള ഒരു വിവരണം തന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് എന്നെ ആരും വാട്സപ്പ് ചെയ്ത് കാര്യങ്ങളും സംശയമൊന്നും ചോദിക്കരുത്. കാരണം എനിക്കിപ്പോൾ അതൊന്നും ആൻസർ ചെയ്യാനോ അതിനെ വാട്സപ്പ് നോക്കാൻ തന്നെ സമയം കിട്ടാറില്ല, നോക്കാറുമില്ല കേട്ടോ. അപ്പോൾ ആൻസർ എൻ്റെ ഒന്ന് കിട്ടാറും പ്രതീക്ഷയായിരിക്കും വാട്സപ്പ് ചെയ്യരുത്. കാരണം ഞാൻ വർക്കിൽ ബിസിയാണ് ഫുൾ ടൈം. അതുകൊണ്ട് തന്നെ രാവും പകലും തന്നെ പറയാം ഒരു ബിസിയായി നടക്കുന്ന ഒരാൾ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാട്സപ്പ് ഇട്ടിട്ട് ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ ചെയ്യാറില്ല, ഞാൻ ശ്രദ്ധിക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് സ്വന്തം ലൊക്കാലിറ്റികൾ നല്ലൊരു വർക്ക്ഷോപ്പ്, നല്ലൊരു മെക്കാനിക്കിനെയും കണ്ടെത്തുക. അപ്പോൾ വർക്ക് എടുക്കുന്ന നല്ല മെക്കാനിക്കുകളുണ്ട്, അറിഞ്ഞ് വർക്ക് എടുക്കുന്ന ആളുകൾ തന്നെ ഉണ്ട്. ഓലുമായിട്ട് നിങ്ങളെ വണ്ടിയെക്കുറിച്ച് നല്ലൊരു ധാരണ, ഒരു പഠനം ആദ്യം തന്നെ നടത്തി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. അനങ്ങേനെ വർക്ക്ഷോപ്പ് കൊണ്ട് അത് ചെയ്യണം എന്നല്ല പറയേണ്ടത്. നമ്മൾ ആ ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ച് ശരിക്കും ഒന്ന് പഠിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോകളും എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതിന് ബേസ് ചെയ്തിട്ട് ഓരോ വീഡിയോകൾ ഇങ്ങനെ 1 by 1 ആയി ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ഫോളോ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വേണ്ടവർക്ക് കാണാം, വേണ്ടാത്തവർ ഒഴിവാക്കാം. ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സുമായിട്ടുള്ള ആ ഒരു സാധാരണക്കാർ ബുള്ളറ്റ് എടുക്കുമ്പോൾ പല ഭാഗങ്ങളിലും പെട്ടിട്ട് ഉള്ള ഒരു അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് കേട്ട് മടുത്തത് കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് ചെയ്യാന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് ഈ 3 വണ്ടിയിൽ ഞാനെപ്പോഴും ഈ ഒരു J സീരീസ് വണ്ടിയെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ലാത്തൊരു വണ്ടിയാണ്. ഏതൊരു താല്പര്യം എന്നുള്ളതല്ല, ഒരു സ്മൂത്തായിട്ടുള്ള വണ്ടിയാണ്. വൈബ്രേഷൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് പറ്റിയൊരു വണ്ടിയാണ്. പക്ഷേ ബുള്ളറ്റിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പഞ്ചും കാര്യങ്ങളും ഇതില്ലാത്തത് കൊണ്ട് ബുള്ളറ്റ് എന്ന നിലക്ക് ഞാൻ ഈ ഒരു വണ്ടിയെ
താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഫിസിക്കലി ആ ഒരു എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഈ വണ്ടി സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് ആണെങ്കിലും ക്ലാസിക് ആണെങ്കിലും മെറ്റിയോർ ആണെങ്കിലും ഹണ്ടർ ആണെങ്കിലും. പിന്നെ ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ECM ആണ് വരുന്നത് കൊണ്ട് സെൻസർ കാര്യങ്ങൾ ECM ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഭാവിയിൽ മെയിൻ്റനൻസ് വൈസ് കുറച്ച് ക്യാഷ് പോകാൻ സാധ്യതയുള്ള വണ്ടി കൂടിയാണ് ജെ സീരീസ്. വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി എന്ന് പറഞ്ഞാൽ 30,000 കിലോമീറ്റർ മാത്രമേ കിട്ടുള്ളൂ 3 വർഷം എന്നുള്ളതിൽ ഏതൊരു വണ്ടിയും കിലോമീറ്റർ വൈസാണ് നമ്മൾ വാറണ്ടി കവർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ആകത്തുക ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.